സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ വാർഡുകൾ വിഭജിച്ചുകൊണ്ടുള്ള കരട് വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിച്ചു. ഗ്രാമപഞ്ചായത്തിൽ 1375 വാർഡുകൾ പുതിയതായി വരും. ആക്ഷേപങ്ങൾ അടുത്ത മാസം 3-ാം തീയതി വരെ സമർപ്പിക്കാൻ കഴിയും. ഷെഫീദ് റാവുത്തർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുന്നു. ഷെഫീദ്, വിശദാംശങ്ങൾ. ഗുഡ് ഈവനിങ്. ഏറെ വിവാദങ്ങൾക്ക് വഴിവെക്കാൻ സാധ്യതയുള്ള സംസ്ഥാനത്തെ തദ്ദേശ വാർഡ് പുനർവിഭജനം, അതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് ഇപ്പോൾ നടക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് കരട് വിജ്ഞാപനം ഇറങ്ങിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം, ഈ കരട് വിജ്ഞാപനത്തെക്കുറിച്ചുള്ള പരാതികളും ആക്ഷേപങ്ങളും ഡിസംബർ 3 വരെ അറിയിക്കാവുന്നതാണെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡിലിമിറ്റേഷൻ കമ്മീഷൻ സെക്രട്ടറിക്കോ ബന്ധപ്പെട്ട ജില്ലാ കളക്ടർക്കോ നേരിട്ടും രജിസ്റ്റേർഡ് തപാലിലും പരാതികളും ആക്ഷേപങ്ങളും നൽകാം. സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും എല്ലാ വാർഡുകളെയും അതിർത്തി പുനർനിർണ്ണയിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി നിയമങ്ങളിലെ ഭേദഗതി പ്രകാരം ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഏറ്റവും കുറഞ്ഞത് 14-ഉം കൂടിയത് 24-ഉം വാർഡുകൾ ഉണ്ടാകും. ജില്ലാ പഞ്ചായത്തുകളിൽ യഥാക്രമം 17-ഉം 33-ഉമാണ്. മുനിസിപ്പാലിറ്റികളിൽ ഏറ്റവും കുറഞ്ഞത് 26-ഉം ഏറ്റവും കൂടിയത് 53 വാർഡുകളും ഉണ്ടാകും. ഇപ്പോഴത്തെ ഈ പുതുക്കിയ വിജ്ഞാപനത്തിലും പറയുന്ന ഒരു കാര്യം, ഗ്രാമപഞ്ചായത്തുകൾ നിലവിൽ ഇപ്പോൾ 15,962 വാർഡുകളാണുള്ളത്. 1375 വാർഡുകളോട് കൂട്ടിച്ചേർത്ത് 17,337 വാർഡുകളായി മാറും. മുനിസിപ്പാലിറ്റിയിൽ 3113 എന്നുള്ളത് 3241 മാറും. കോർപ്പറേഷനിൽ 414 എന്നുള്ളത് 7 വാർഡുകൾ കൂടി പുതുതായി ചേർത്ത് 421 മാറും. ആകെ അങ്ങനെ 19,489 വാർഡുകൾ, 1510 വാർഡുകൾ കൂടി 20,999 എന്നീ കണക്കിലേക്ക് മാറുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു.